ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ഇക്കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരരുത്. ഞാൻ വന്നത് അവന്തികയെ കാണാനാ. അവളെ കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകൂ. നീ ഒരാളെയും കാണാൻ പോകുന്നില്ല. ഇറങ്ങി പോടാ. ഏയ്, എന്റെ ദേഹത്ത് തൊട്ടു പോരുത്. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ഡേ ആണ്. ഡോക്ടർ, അത് ഒന്നും പറയണ്ട. ഇന്നത്തെ ദിവസം ഒരു എക്സ്ക്യൂസും പറയാൻ പാടില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ ആ കുട്ടിയുമായി ഹോസ്പിറ്റലിൽ എത്തണം. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. കം ഫാസ്റ്റ്. ശരി ഡോക്ടർ, ഞാൻ ഉടനെ തന്നെ വരാം. ശരി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അച്ഛൻ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഓഫീസിലേക്ക് പോയി എന്നാണല്ലോ നന്ദേട്ടൻ പറഞ്ഞത്. തൽക്കാലം എനിക്ക് വരാൻ പറ്റില്ലെന്ന് അച്ഛനോടൊന്ന് വിളിച്ച് പറഞ്ഞാലോ? ഹലോ അച്ഛാ. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഓഫീസിൽ എത്താറായി. നീ ഇത് എവിടെയാ? ഞാനങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഇപ്പൊ എത്തും. ഓക്കെ, ഞാനവിടെ വെയിറ്റ് ചെയ്യാം. നീ വേഗം വരണം. ഇന്ന് തീർക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ശരി അച്ഛാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ലക്ഷ്മിയും കൊണ്ട് ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോയേ പറ്റൂ. അച്ഛനാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഓഫീസിൽ വെയിറ്റ് ചെയ്യും. ഒരു കാര്യം ചെയ്യാം, ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഓഫീസിൽ തലേന്ന് കാണിച്ചിട്ട് അവിടെ നേരെ ലക്ഷ്മിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്ത് കോമ്പൻസേഷൻ കൊടുത്തിട്ടായാലും ഡിവോഴ്സിന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം. എടാ, അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ ലക്ഷ്യം വേറെയാ. എത്ര കോമ്പൻസേഷൻ കൊടുത്താലും അവൾ അതിനൊന്നും വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അവരുടെ വാശിക്കും പ്രതികാരത്തിന് മുമ്പിൽ നന്ദേട്ടന്റെ ജീവിതം അവർക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുക്കണോ? നന്ദേട്ടനെയും നെല്ലിശ്ശേരി വീടിനെയും നശിപ്പിക്കാൻ വന്നവളാ അവന്തിക. സേതു അങ്കിളിനോടും നെല്ലിശ്ശേരി വീടിനോടുമുള്ള ശത്രുതയാണ് അവളുടെ മനസ്സ് നിറയെ. അത് മാറണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. സേതു അങ്കിളിനെ കുറിച്ചുള്ള അവളുടെ തെറ്റിദ്ധാരണ മാറണം. അതൊന്നും മാറാൻ പോകുന്നില്ല. അവളുടെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി നമ്മുടെ അച്ഛനാണെന്നാ അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അച്ഛനൊരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലല്ലോ. അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസം വല്ലാതെ ഉറച്ചുപോയി. ആ തെറ്റിദ്ധാരണ അവളുടെ മനസ്സിനകത്ത് ഉണ്ടാക്കിയത് ആരാണെന്ന് നമ്മൾ കണ്ടെത്തണം. അത് അവന്തികയുടെ മുൻപിൽ എക്സ്പോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവൾ ഇതിൽ നിന്ന് പിന്മാറൂ. പക്ഷെ അവളോട് ഇതൊക്കെ ആര് സംസാരിക്കും? ഞാൻ സംസാരിക്കാം. ധനുഷേ, നീ സംസാരിച്ചാ അവര് വിശ്വസിക്കും. അവരുടെ കൺമുമ്പിൽ അവരെ ചതിച്ചവനാ നീ. അവളുടെ പക അവസാനിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗേ ഉള്ളൂ. ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവളില്ലാതാവണം. അവളെ കൊന്നിട്ട് നമ്മൾ ജയിലിൽ പോയി കിടക്കാനോ? ഇത്രയും കാലം നമ്മൾ അവളുടെ പീഡനങ്ങൾ അനുഭവിച്ചില്ലേ? ശിഷ്ടകാലവും അവളുടെ പേരില് ജയിലിൽ പോയി കിടന്ന് നമ്മൾ കഷ്ടപ്പെടണം എന്തേട്ടാ. അവളുടെ മുന്നില് ഞാൻ ചതിയനാണ്. അവളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അവൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കാരണങ്ങളുണ്ട് താനും. പക്ഷെ ഏത് യുദ്ധത്തിനു മുൻപും സമാധാനത്തിന്റെ ഒരു ചർച്ചയുണ്ട്. എത്ര വലിയ ശത്രുക്കളും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരസ്പരം സംസാരിക്കും. അവളോട് സംസാരിക്കാൻ പറ്റിയ ആള് ഞാൻ തന്നെയാ. നന്ദേട്ടന് വേണ്ടി അത്രയെങ്കിലും ചെയ്യേണ്ടത് എന്റെ കടമയാ. ഞാൻ പോയി അവളെ കണ്ട് സംസാരിക്കാം. അവളുടെ മനസ്സിൽ അല്പമെങ്കിലും മാറ്റം വരുമോ നമുക്ക് നോക്കാം.
എന്താ? അവന്തികയില്ലേ? എനിക്ക് അവളെ ഒന്ന് കാണണം. ഓ, നീയോ? നെല്ലിശ്ശേരിയിലെ കൊടിച്ചുപട്ടി എന്താണാവോ ഇവിടെ? അതെ, ഞാൻ നെല്ലിശ്ശേരിയിലെ കൊടിച്ചുപട്ടി തന്നെയാ. ഇപ്പൊ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാൻ വന്നതാ ഞാൻ. എന്താ, ഭീഷണിയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്റെ ഭീഷണി എന്താണെന്നുള്ളത് നീ അവന്തിയോട് ചോദിച്ചാ മതി, അവള് പറഞ്ഞുതരും. നിങ്ങൾ അവന്തികയുടെ അമ്മാവനല്ലേ? നിങ്ങൾക്കെങ്കിലും അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? സ്വർഗം പോലൊരു വീട്ടിൽ നിന്ന് കയ്യിൽ കിട്ടിയൊരു ജീവിതം തട്ടിത്തെറിപ്പിച്ച് ഇറങ്ങിപ്പോന്നത് കൊണ്ട് അവൾക്ക് എന്ത് കിട്ടി? അവന്തികയെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അവളുടെ അച്ഛൻ മരിക്കാൻ കാരണം സ്നേഹയുടെ അച്ഛനല്ല. വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിനക്ക് പോകാം. ഇനി ഇവിടെ നിൽക്കണ്ട, അത് നന്നാവില്ല. പൊയ്ക്കോ. ഇനി ഇക്കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരരുത്. ഞാൻ വന്നത് അവന്തികയെ കാണാനാ. അവളെ കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകൂ. നീ ഒരാളെയും കാണാൻ പോകുന്നില്ല. ഇറങ്ങി പോടാ. ഏയ്, എന്റെ ദേഹത്ത് തൊട്ടു പോരുത്. കോവൽ നായയുടെ ശൗര്യം എന്റെ അടുത്ത് കാണിക്കാൻ വന്നാലുണ്ടല്ലോ, നിന്നെക്കാൾ വലിയ ഗുണ്ടയാ ഞാൻ. മോനെ നിക്കടാ. കൊള്ളാം. ഞാൻ തീറ്റിപ്പോറ്റി വളർത്തിയ പഴയ കാവൽപ്പട്ടിയുടെ ശൗര്യം പോയിട്ടില്ല. മോളെ, ഇവൻ പറഞ്ഞ കേട്ടില്ലേ? ഞാൻ കരുതിയത് ഇവൻ നിന്റെ കാല് പിടിക്കാൻ വന്നതാണെന്നാണ്. എന്നിട്ടിപ്പോ നിന്ന് കുരയ്ക്കുന്നു. നീ ഇവളോട് കാണിച്ച വഞ്ചന ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. യജമാനം മാറിയപ്പോ അവന്റെ ശൗര്യം കൂടിയതാ. സാരമില്ല, ഇവന്റെ വിഷപ്പല്ല് പറിക്കാനുള്ള ആയുധം എന്റെ കയ്യിലുണ്ട്. അവന്തികെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്കണം. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നതില്ല. സത്യം നീ വിചാരിക്കുന്നത് പോലൊന്നും അല്ല. സേതു അങ്കിളിനും നിന്റെ അച്ഛനും ഇടയിൽ പല കളികളും നടന്നിട്ടുണ്ട്. പക്ഷെ സേതു അങ്കിൾ ഒരിക്കലും ആരും ചതിക്കില്ല. നിർത്തടാ. ചതിയന്റെ കുമ്പസാരം എനിക്ക് കേക്കണ്ട. നിന്നെ കാണുന്ന തന്നെ എനിക്കിപ്പോ വെറുപ്പാ.